ശ്രീ ടി കെ രാജ്മോഹൻ, ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ SIT മുന്നോട്ട് വെച്ചൊരു വാദമുണ്ട്. The investigating agency is presently verifying the bank transactions of the petitioner and suspicious financial transaction. അതായത് സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്. നോക്കൂ, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി നിൽക്കുന്ന, ആന്റണി നിൽക്കുന്ന ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത്. അത് കഴിഞ്ഞ ഒക്ടോബറിലാണ്, മാസങ്ങൾ കഴിഞ്ഞു. ഇന്നാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അപ്പോൾ ഇത് 3 ദിവസം മുൻപ് വന്ന ആ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ വന്ന കോടതി ഉത്തരവിലുള്ള വരികളാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത അതുകൊണ്ടായിരിക്കുമോ ഇന്ന് അടൂർ പ്രകാശിനെ വിളിപ്പിച്ചത്? അല്ല, ശ്രീമതി ആര്യ, എനിക്ക് പറയാനുള്ളത്, ഈ അന്വേഷണ ഏജൻസിയുടെ കാര്യങ്ങളൊന്നും പബ്ലിക്കല്ല. അത് കോടതിക്ക് മാത്രം സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ സ്പെക്കുലേഷൻ വെച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസി പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ്, കോടതി പറയുന്നു ശരിയായ ദിശയിലാണെന്ന്. അപ്പം നമ്മൾ ആ കോടതിക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ വി ആക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ അതേസമയം തന്നെ ഒരു ബെയിൽ കോർട്ട് പറയാണ് അതിൽ ഒരുപാട് അപാകതകളുണ്ട് അന്വേഷണത്തിൽ പറയണം. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാർക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ അന്വേഷണ ഏജൻസിക്ക് തന്നെ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യകാലത്ത് അന്വേഷിച്ച മാതിരിയുള്ള ഒരു ജാഗ്രത ഇപ്പോഴന്വേഷണത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം നേരത്തെ ആരും പറഞ്ഞ മാതിരി ഈ കേസിലത്തെ മെയിൻ അക്യൂസ്ഡ്, ഈ കേസിലത്തെ കിങ് പിൻ ഓഫ് ഈ ക്രൈമിൻ്റെ സൂത്രധാരൻ, അദ്ദേഹം ഈ ജാമ്യത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യത്ത് പോയിരിക്കുന്നത് ഡിഫോൾട്ട് ബെയിലാണ്, അല്ലാതെ ജാമ്യം കിട്ടിയിട്ടല്ല. ഡിഫോൾട്ട് ബെയിലാണ് അദ്ദേഹം പുറത്ത് കടന്നിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ ബെയിൽ ഒബ്ജക്റ്റ് ചെയ്ത സമയത്ത് ഡിഫോൾട്ട് ബെയിലിൽ ഇതിൻ്റെ മെയിൻ അക്യൂസ്ഡിന് പുറത്ത് കടക്കാൻ പറ്റി എന്ന് പറയുന്നത് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ വീഴ്ചയാണ്. അതിൽ SIT സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. SITയുടെ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പൊതുജനങ്ങൾക്കും ബാക്കി എല്ലാവർക്കും ഈ SITക്ക് ന്യായമായ സംശയങ്ങൾ വരും. അതുപോലെ തന്നെ ഇത്ര ദിവസം ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടും ഈ നഷ്ടപ്പെട്ട ഗോൾഡിൻ്റെ ഡീറ്റെയിൽസോ നഷ്ടപ്പെട്ട റിക്കവർ ചെയ്ത ഗോൾഡിൻ്റെ ഡീറ്റെയിൽസോ ആർക്കും അറിയില്ല.